ചെവി വേദനയുള്ള ഒരാൾ ചെവിയിൽ മരുന്നുറ്റിക്കൽ കൊണ്ട് നോമ്പ് മുറിയുമോ? തീർച്ചയായും നോമ്പ് മുറിയുന്നതാണ്. പുകവലി എന്നിവ പോലത്തത് അനുവദനീയമാണോ? ഒരിക്കലുമല്ല. പുക എന്നുള്ളത് പലപ്പോഴുമായി നമ്മുടെ അകത്തോട്ട് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്, ഉറപ്പാണ്. അപ്പോൾ നോമ്പ് മുറിയും. ഇനി ഒരാൾക്ക് സ്വപ്നസ്ഖലനമുണ്ടായി. നേരത്തെ പറഞ്ഞത് ഇന്ദ്രിയം പുറപ്പെട്ടു, അത് അവൻ്റെ അറിവോടുകൂടിയാണ്. ഇനി പറയുന്നത് സ്വപ്നസ്ഖലനമുണ്ടായി, അവൻ്റെ അറിവോടുകൂടിയല്ല, ഉറക്കത്തിലും മറ്റുമാണ്. എങ്കിൽ നോമ്പ് മുറിയുമോ? ഒരിക്കലും നോമ്പ് മുറിയുന്നതല്ല. രുചിയും വാസനയും ഒരു മനുഷ്യൻ്റെ അകത്തോട്ട് പ്രവേശിച്ചാൽ നോമ്പ് മുറിയുമോ? ഇല്ല. ചെവി വേദനയുള്ള ഒരാൾ ചെവിയിൽ മരുന്നുറ്റിക്കൽ കൊണ്ട് നോമ്പ് മുറിയുമോ? തീർച്ചയായും നോമ്പ് മുറിയുന്നതാണ്. പുകവലി എന്നിവ പോലത്തത് അനുവദനീയമാണോ? ഒരിക്കലുമല്ല. പുക എന്നുള്ളത് പലപ്പോഴുമായി നമ്മുടെ അകത്തോട്ട് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്, ഉറപ്പാണ്. അപ്പോൾ നോമ്പ് മുറിയും. ഇനി ഒരാൾക്ക് സ്വപ്നസ്ഖലനമുണ്ടായി. നേരത്തെ പറഞ്ഞത് ഇന്ദ്രിയം പുറപ്പെട്ടു, അത് അവൻ്റെ അറിവോടുകൂടിയാണ്. ഇനി പറയുന്നത് സ്വപ്നസ്ഖലനം